بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് ആമുഖമായി സ്വയം ബോധ്യത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജനിച്ച ഓരോ മനുഷ്യനും എല്ലാ ജീവികളും ഈ ലോകത്തു നിന്നും വിട പറയും. ആരെയും പ്രത്യേകിച്ച് തെളിവുകളെ കൊണ്ട് പഠിപ്പിക്കേണ്ട വിഷയമല്ല അത്. കാരണം നമ്മളെക്കാൾ എത്രയോ ചെറുപ്രായത്തിലുള്ളവരെ നമ്മൾ ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. മക്കളെ ഖബറിലേക്ക് ഇറക്കി വെച്ച ഉപ്പമാരുണ്ടാവാം ഇവിടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടി വന്നവരുണ്ടാകാം ഇവിടെ. കഴിഞ്ഞ ഈ മാസത്തിന്റെ ആദ്യത്തെ ദിവസം എൻ്റെ ഭാര്യയുടെ സഹോദരൻ ഈ ലോകത്തിൽ വിട പറഞ്ഞു പോയിട്ടുണ്ട്. രാവിലെ ജോലി ആവശ്യാർത്ഥം പോവുകയും 2 മണിക്ക് ഭക്ഷണം കഴിച്ച് വിശ്രമത്തിനു ശേഷം വീണ്ടും ജോലി ആരംഭിക്കുവാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് ആ വീഴ്ചയിൽ തന്നെ തലഭാഗത്ത് അടിയേറ്റുകൊണ്ട് ആ നിമിഷ നേരം മരണത്തിലേക്ക് പോവുകയുണ്ടായി. മണിക്കൂറുകളെ കൊണ്ട് മെഡിക്കൽ കോളേജുകളിലേക്ക് വരുമ്പോൾ തന്നെ മയ്യത്തായിട്ടാണ് വരുന്നത്. ഏകദേശം 3-3:30 കൂടിയിട്ട് നോർമൽ പ്രൊസീജിയറുകൾക്ക് ശേഷം പിന്നീടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ അടുത്ത ദിവസത്തേക്കാണ് തീരുമാനിച്ചത്. ആ സന്ദർഭത്തിൽ അവിടെ കൂടിയിരുന്ന ഞങ്ങളുടെ ചർച്ചയിൽ ഉണ്ടായിരുന്ന വിഷയം ഇവന്റെ മയ്യത്ത് എപ്പോഴാണ് നമ്മൾ കബറടക്കുക എന്നുള്ളതാണ്. അതിൻ്റെ 1-2 മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അവന്റെ പേരെടുത്ത് വിളിച്ചിരുന്ന ഞങ്ങൾ പിന്നീട് അവിടെ വെച്ചുകൊണ്ടുള്ള ചർച്ച, ഈ മയ്യത്ത് നമ്മൾ എപ്പോഴാണ് നാളെ എടുക്കേണ്ടത്, എപ്പോഴാണ് ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞുകൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടുക. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ അവസാന സന്ദർഭം എന്ന് പറയുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗത്തിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ ഒരു യാത്ര നമ്മളെല്ലാവരും നിർവഹിക്കേണ്ടവരാണ്.
അത് ഏതു സന്ദർഭത്തിലാണ്, എവിടെ വെച്ചാണ് എന്ന് നമുക്കറിയില്ലല്ലോ. ആ ഒരു മരണശേഷം നമ്മുടെ പാരത്രികമായ ജീവിതത്തിന്റെ വിജയത്തിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഗാശിയയിലൂടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഹൽ അതാക ഹദീസുൽ ഗാശിയ. അല്ലാഹുവിന്റെ പ്രവാചകരെ, മൂടുന്ന ആ സംഭവത്തിന്റെ വർത്തമാനം നിനക്ക് വന്നിരിക്കുന്നുവോ? ശേഷം പറയുന്നു, വുജൂഹു യൗമൈദിൻ ഖാശിഅ. അന്ന് ചില മുഖങ്ങൾ പേടിച്ചുകൊണ്ട് തായ്മ കാണിക്കുന്ന രൂപത്തിലായിരിക്കും. ആമിലത്തുൻ നാസിബ. ഒരുപാട് അധ്വാനിച്ച് അവർ ക്ഷീണിച്ച അവസ്ഥയിലാണ് അവരുള്ളത്. തസ്ലാ നാറൻ ഹാമിയ. പക്ഷേ അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ചൂടേറിയ നരകാഗ്നിയിലാണ്. അവർ അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ഇബാദത്തുകളുണ്ട്. നിസ്കാരവും നോമ്പും സക്കാത്തും അതേപോലെ ദഅവാ പ്രവർത്തനങ്ങളിലും സജീവമായി ഒരു നിമിഷ നേരം പോലും നിൽക്കുവാൻ സമയമില്ലാതെ ഓടി നടക്കുന്ന ആളുകളും ചിലപ്പോൾ ഈ കൂട്ടത്തിലുണ്ടാകും. ഈ പറഞ്ഞ് അധ്വാനിച്ച് ക്ഷീണിച്ച് റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലപ്പെടുകയും നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യേണ്ടി വരുന്നൊരു സന്ദർഭം. ആലോചിച്ച് നോക്കുങ്ങൾ, ദുനിയാവിൽ ഏത് നഷ്ടവും നമുക്ക് പരിഹരിക്കാൻ പറ്റും. ചിലപ്പോഴൊക്കെ നമ്മളോട് നമ്മുടെ ഇണകൾ പറഞ്ഞിട്ടുണ്ടാകും, അല്ലെ, കണ്ണ് പോയാലേ നിങ്ങൾക്ക് കണ്ണിന്റെ വില അറിയൂ എന്ന്. എന്നാൽ ദുനിയാവിൽ നമുക്ക് സംഭവിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെ പല വിധത്തിലുമുള്ള പരിഹാരങ്ങൾ ഉണ്ടാകാം. പല വിധത്തിൽ നമുക്കത് പരിഹരിക്കുവാനും സാധ്യമാകും. ബിസിനസ്സിൽ പൊട്ടിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും കുടുംബങ്ങളും ഒക്കെ ഒരുപക്ഷെ സഹായിച്ച് റബ്ബിന്റെ ബറക്കത്ത് കൂടി വന്നാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. പക്ഷേ മരണമെന്ന് പറയുന്നത് അതിനുശേഷം നമുക്കൊരു തിരിച്ചുവരവില്ല. ഈ പരലോകമെന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിയാൽ പിന്നെ നമുക്ക് മറ്റൊരു കർമ്മങ്ങളും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ മുഴുവനും അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലായിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഗൗരവമുള്ളതാണ്, വളരെ ഗൗരവമുള്ളതാണ്. നമ്മൾ പലപ്പോഴും ദുനിയാവിന്റെ ചിന്തകൾക്കപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകൾ കടന്നു പോകാറില്ല. അവനവന്റെ കുടുംബത്തിലുള്ളവരെ പോലും ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ, അല്ലെങ്കിൽ ആ മയ്യത്തുമായി കൊണ്ട് ഖബറിലേക്ക് നടന്നു പോകുമ്പോഴും ഇപ്പുറത്തെ ചവിട്ടിലൂടെ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ പിറ്റേന്ന് പോകുവാനുള്ള ടൂറിനെ കുറിച്ചോ, മരണശേഷം അവൻ തിരിച്ചു പോകുമ്പോൾ ഏത് ഹോട്ടലിലാണ് നമ്മൾ കയറി ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ മരിച്ചു പോകുമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഗൗരവമുള്ളതാണ്. മരിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എങ്കിൽ നമ്മുടെ അമലുകൾ നാളെ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. നമ്മളെ കർമ്മങ്ങളെ മുഴുവനും നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പല ഭാഗങ്ങൾ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുഫ്റാണ്, സത്യനിഷേധമാണ്. ഒരു മുസ്ലിമായ ഒരു വ്യക്തി ചെയ്ത എല്ലാ നന്മകളെയും പൂർണ്ണമായും നഷ്ടപ്പെടുത്തുന്നതാണ് കുഫ്ർ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങളെ നിഷേധിക്കുക എന്നുള്ളത്, പ്രവാചകാധ്യാപനങ്ങളെയും പ്രവാചകന്റെ കൽപ്പനകളെയും നിഷേധിക്കുക എന്നുള്ളത്. അവരെ കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അവർ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവര് നിസ്കരിക്കാനൊക്കെ പോലെ പള്ളി കാണാൻ പറ്റും, പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകനെ നിഷേധിക്കുന്ന അവസ്ഥ അവർക്കുണ്ട്. കുഫ്ർ അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറയുന്നുണ്ട്, വമൻ യക്ഫുർ ബിൽ ഈമാൻ ഫഖദ് ഹബിത അമലുഹു. ആരെങ്കിലും കുഫ്ർ ചെയ്താൽ, ആരെങ്കിലും നിഷേധം കാണിച്ചാൽ അവന്റെ കർമ്മങ്ങൾ മുഴുവനും ബാത്തിലായി പോകുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആന്റെ മറ്റൊരു വാചകത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, അഅമാലുഹും അവരുടെ കർമ്മങ്ങൾ ശക്തമായ ഒരു കാറ്റ് പറത്തി നീക്കിയ ചാരം പോലെ ആ കർമ്മങ്ങളെല്ലാം ഒന്നുമല്ലാതായി തീരും. അവിടെ പോയിട്ട് പടച്ചോനെ, ഞാൻ ദുനിയാവിൽ ഒരുപാട് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ എനിക്കുണ്ടായിരുന്നല്ലോ, നാട്ടിൽ എത്രയെത്ര വീടുകൾ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്, നാട്ടിൽ വെള്ളമില്ലാത്ത എത്ര പ്രദേശങ്ങളിൽ ഞാൻ വെള്ളം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, രാപ്പകലില്ലാതെ രാജ്യത്തിന്റെ ഉന്നതമായ
അവാർഡുകൾ ഒരു പക്ഷേ കരസ്ഥമാക്കിയിട്ടുണ്ടാകും. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ മുൻനിരയിൽ നിന്നു എന്നുള്ളത് കൊണ്ട് ഇടക്കൊക്കെ ആരൊക്കെയോ കാണിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചോനെ എന്റെ അമലൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോ കുഫ്ർ, സത്യനിഷേധം നമ്മളിലുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെയും അള്ളാഹുവിന്റെ വാചകങ്ങളെയും അതിൻ്റെതായ ഗൗരവം കൊടുക്കാതെ നമ്മുടെ ഭൗതികപരമായ കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോയാൽ നമ്മുടെ അമലുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. വല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ, കാഫിറുകളുടെ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഒരു മരുഭൂമിയിലെ മറയുന്ന പോലെയാണ്. മരുഭൂമിയിലേക്ക് മുമ്പോട്ട് നോക്കുമ്പോൾ അവിടെ അരുവിയുള്ളതുപോലെ തോന്നും, വെള്ളമുള്ളതുപോലെ തോന്നും. ദാഹിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ആ വെള്ളത്തെ ആഗ്രഹിച്ചുകൊണ്ട് നാം മുമ്പോട്ട് നടക്കുമ്പോൾ ആ വെള്ളത്തിന്റെ അരുവി പോലെ നമ്മൾ കണ്ടത് വീണ്ടും അത് വിദൂരത്തായി കൊണ്ടേയിരിക്കും. അതുപോലെ ആയിരിക്കും കാഫിറുകളുടെ പര്യവസാനമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. കുഫർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ അസ്തിത്വത്തെ നിഷേധിക്കൽ മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ പ്രവാചകന്മാരുടെയും ദീനിന്റെ പ്രമാണങ്ങളെയും ഇസ്ലാമിന്റെ അടയാളങ്ങളെയും ഒക്കെ മോശക്കാരാക്കുന്ന ചില ആളുകളുണ്ട്. പേരെന്താന്ന് വെച്ചാൽ അബ്ദുറഹ്മാനും മുഹമ്മദും ഒക്കെ ആയിരിക്കും. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനും പ്രവാചകന്റെ വാചകങ്ങളും ഒക്കെ അവന് പുല്ലുവിലയാണ്. അതിലൊക്കെ ഒരുപാട് തെറ്റുകളുണ്ട്, പിഴവുകളുണ്ട്. അതൊന്നല്ല ഇസ്ലാം എന്ന് പറഞ്ഞ് അവന്റെ ബുദ്ധി കൊണ്ട് അളന്നുകൊണ്ട് ഇസ്ലാമിനെ അളക്കുന്ന ആളുകളുണ്ട്. മനസ്സിലാക്കി വെച്ചോളി. അങ്ങനെയുള്ളവരുടെ അവസ്ഥകൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിന്റെ വാചകത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്. നന്ദി കെട്ട എല്ലാ അതിവഞ്ചകന്മാരും അല്ലാതെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കൂല. നോക്കുങ്ങള്, അള്ളാഹു തന്ന വായു ശ്വസിച്ച്, അവൻ തന്ന വെള്ളം കുടിച്ച്, അവന്റെ അപാരമായ അനുഗ്രഹങ്ങള്, ലക്ഷക്കണക്കിന് അനുഗ്രഹങ്ങൾ നിമിഷങ്ങളിൽ അനുഭവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പിന്നെ അനുസരിക്കാത്ത, ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കാത്തവരെ കുറിച്ച് ഖുർആൻ പറയുന്നത് നന്ദി കെട്ട അതിവഞ്ചകരല്ലാതെ ഈ പ്രവർത്തനം ചെയ്യുകയില്ല എന്നാണ്. വീണ്ടും അള്ളാഹു സത്യനിഷേധികളെ, കുഫറിന്റെ ആളുകൾ വേറെയും ചില അടയാളങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ മറ്റൊരായത്തിലൂടെ അല്ലാഹു നമ്മോട് പറയുന്നു, ഇതൊക്കെ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആയത്തുകളാണ്. അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിക്കുന്നവർ, യതീമുകളെ തടയുന്നവർ, അവന്റെ നിർദ്ദേശങ്ങളെയും അവഗണിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം പരാജയമായിരിക്കും ഉണ്ടാവുക. അവരുടെ അമലുകളെ മുഴുവനും അള്ളാഹു നഷ്ടപ്പെടുത്തി കളയും. പരലോകത്തൊന്നുമില്ലാത്ത അവസ്ഥയിൽ അവർക്ക് പോകേണ്ടി വരും, എത്തേണ്ടി വരും. അതേപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നിഷിദ്ധമാക്കുന്ന മറ്റൊരു പ്രവർത്തനമാണ് ശിർക്ക് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. പക്ഷേ ചിലരുടെയെങ്കിലും ഹൃദയത്തിൽ അതിപ്പോഴും വലിയ പ്രയാസമുള്ളതായി അനുഭവപ്പെടുന്നില്ല. അല്ലെ, ശിർക്ക് എന്ന് പറയുന്നത് അതിന്റെ ഗൗരവം അത്രയുണ്ട് എന്ന് പ്രവാചകൻ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ നമ്മോട്. പ്രവാചകന് കൊടുക്കുന്ന ഉപദേശമാണെന്ത്? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അറിയാത്ത ആരില്ല. അള്ളാഹു റസൂലിനോട് പറയും, റസൂലേ, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ നിന്റെ അമൽ മുഴുവനും നഷ്ടപ്പെട്ടു പോകും. പക്ഷെ നമ്മളിപ്പോഴും ഭൗതികമായ വിഷയങ്ങൾക്ക് പലരോടും നമ്മൾ തർക്കിക്കാറുണ്ട് എങ്കിലും, പക്ഷേ ശിർക്കിന്റെ വിഷയത്തിൽ, ശിർക്ക് നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ പിതാക്കളുടെ, നമ്മുടെ കുടുംബങ്ങളുടെ, സുഹൃത്തുക്കളുടെ അടുക്കലുണ്ട് എങ്കിൽ അത് നമ്മൾ അവർ തിരുത്തി കൊടുക്കാറില്ല. അത് മാത്രല്ല, അവരുടെ കൂടെ ആ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നതും വലിയ പ്രശ്നമല്ലാതെ കാണുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. സത്യം അറിഞ്ഞിട്ടും എന്റെ വാപ്പ എങ്ങനെയായിരുന്നു, വല്യാപ്പ എങ്ങനെയായിരുന്നു, എന്റെ തറവാടൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴും ശിർക്കിന് കൂട്ടുപിടിക്കുന്നവരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള പരിശുദ്ധ ഖുർആനിന്റെ വാചകം നമ്മൾ മറന്നുപോകാൻ പാടില്ല. സൂറത്തുൽ അൻആമിൽ 18 പ്രവാചകന്മാരെ പരാമർശിച്ച ശേഷം അവിടെ അള്ളാഹു പറയുന്ന ഒരു വാചകമുണ്ട്, ആര് ശിർക്ക് ചെയ്താലും അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും.
18 പ്രവാചകന്മാരുടെ വിശദീകരിച്ച ശേഷം പറയാണ്, പ്രിയമുള്ളവരെ, അതുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനോട് മാത്രം അർപ്പിക്കേണ്ടുന്ന ആരാധനകള് എന്ന് നിർബന്ധപൂർവം 17 പ്രാവശ്യം നമ്മൾ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകത്തെ, ആ വാചകത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അവനോട് മാത്രമേ ആരാധനകളുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനോട് കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങളിൽ യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന വാചകമാണ്. ലോകത്ത് അള്ളാഹു ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പുറത്തു മാപ്പാക്കി തരാനൊക്കെ സാധ്യതകളുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ മഖബറകളിൽ കിടക്കുന്ന ഏതെങ്കിലും മയ്യത്തുകൾക്ക് മുമ്പിൽ നിങ്ങൾ സമർപ്പിച്ചാൽ, നിർത്തിയിരിക്കുന്ന ബിംബങ്ങളാവട്ടെ, കിടത്തിയിരിക്കുന്ന ബിംബങ്ങളാവട്ടെ, അതെന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനകൾ അതിലേക്ക് പോയാൽ അതൊരിക്കലും അള്ളാഹു പുറത്തു തരികയില്ലെന്നുള്ളത് കൃത്യമായി അള്ളാഹു പറയുന്നു. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീം. ഏറ്റവും അപകടകരമായ കാര്യമാണ്, ഏറ്റവും വലിയ തിന്മയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ആയത്തുകളെല്ലാം. അതുകൊണ്ട് പ്രവാചകന്മാർ പഠിപ്പിച്ചതുപോലെ ഷിർക്ക് പറയുന്നത് ശാശ്വതമായ നരകത്തിലെ നമ്മൾ ആക്കി തീർക്കുന്ന ഒരു കർമ്മമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. കുഫറും അതേപോലെ ഷിർക്കും നമ്മുടെ അമലുകൾ മുഴുവൻ നഷ്ടപ്പെടുത്തി കളയും. ഒന്നുപോലും അത് അവിടെ ബാക്കി വെച്ചേക്കുകയില്ല. പിന്നെ എന്തു തന്നെ വലിയ കോടിക്കണക്കിന് രൂപകൾ, കോടിക്കണക്കിന് ദിർഹമുകളോ ഡോളറുകളോ നിങ്ങൾ സേവനം പ്രവർത്തനങ്ങളിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിലും, നിങ്ങൾ ദഅവാ പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിലും, ഷിർക്ക് നിങ്ങളുടെ അടുക്കൽ വന്നുപോയാൽ അതെല്ലാം നിഷ്ഫലമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മളോട് പറയുന്നുണ്ട്, നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. അതിലൊന്ന് ലോകമാന്യതയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ശ്രദ്ധിക്കേണ്ടത് ആരാന്ന് വെച്ചാൽ പണിയെടുക്കുന്നവരാണ്. പണിയെടുക്കുന്ന മനുഷ്യന്മാരാ ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ പണിയെടുക്കാനൊന്നും സമയമില്ലാത്ത ആളുകളല്ല. ലോകമാന്യത എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി നമ്മൾ നിർവഹിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞൊരു വാചകമുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഞാൻ നിങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്നത് ചെറിയ ശിർക്കാണ്. അള്ളാഹുവിന്റെ റസൂലേ, ഏതാണ് ചെറിയ ശിർക്ക് എന്ന ചോദ്യത്തിന് ഉത്തരം അരിയാ, ലോകമാന്യതയാണ്. ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും സജീവമായി പ്രവർത്തന മേഖലയിലുണ്ട്, പക്ഷേ ആ പ്രവർത്തനങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയുന്നവർ. പരിശുദ്ധ ഖുർആനിന്റെ 11-ാം അധ്യായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, മൻ കാന യുരീദുൽ ഹയാത്തുദ് ദുനിയാ വസീനതഹാ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ലാ യുബ്ഖസൂൻ. ആരെങ്കിലും ദുനിയാവിലെ പേര് കിട്ടാൻ വേണ്ടിയിട്ടും ദുനിയാവിലെ സ്ഥാനമൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. എന്നാൽ പരലോകത്ത് അവർക്ക് എന്തില്ല, നരകമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾ പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുത്തിട്ടുണ്ട്, അത് പുട്ടുതേങ്ങട്ടമാര് ഇടക്കിടക്ക് പറയാനാണ് എങ്കിൽ, നിങ്ങൾ പള്ളിക്ക് വേണ്ടി ഒരു വാച്ച് കൊടുത്തു, ഒരു ക്ലോക്ക് കൊടുത്തു, നിങ്ങളൊരു AC കൊടുത്തു. ഞാനാ AC കൊടുത്തോണ്ടാണ് ഇപ്പൊ നമുക്ക് സുഖമായിട്ട് ലോഹറൊക്കെ നിസ്കരിക്കാൻ പറ്റില്ലോ, ജുമാക്ക് നിസ്കരിക്കാൻ പറ്റില്ലെന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ അടുത്തിരിക്കുന്നവരോട് സ്വകാര്യമായിട്ടെങ്കിലും ചെവിട്ടിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അറിയുക, ആ കർമ്മങ്ങൾ നമുക്ക് നഷ്ടമായി പോകുമെന്നുള്ളതാണ്. എത്രയോ വാചകങ്ങളുണ്ട്. പരലോക ഭവനം എന്ന് പറയുന്നത് ഭൂമിയിൽ ഔന്നിത്യമാകട്ടെ കുഴപ്പമാകട്ടെ ഉദ്ദേശിക്കാത്തവർക്കാണ്. ചെയ്യുന്നതൊക്കെ എടുത്തു പറഞ്ഞിങ്ങനെ നടക്കുന്ന ആളുകൾക്കുള്ള നല്ല സ്വർഗമെന്ന് സൂറത്തുൽ ഖസസിലെ 83-ാമത്തെ വാചകത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പിന്നീട് മറ്റൊരു കാര്യമാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 264-ാമത്തെ കുറച്ച് ദീർഘമുള്ള ഒരു ആയത്താണ്. ആ ആയത്തിന്റെ ആരംഭത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നമ്മുടെ കർമ്മങ്ങളെ നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനമാണെന്ത്, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. ചെയ്ത കാര്യം എടുത്തു പറയരുത്, ചെയ്ത നന്മകൾ എടുത്തു പറയരുത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ബഹുഭൂരിപക്ഷം ആളുകളുടെയും പ്രവർത്തനം മറ്റുള്ളവർ കാണിക്കുന്നതിന് വേണ്ടിയാണ്. അത് ചെയ്തു കൊള്ളട്ടെ. ആര്? രാഷ്ട്രീയക്കാരൻ, ഈ ദുനിയാവിന്റെ വോട്ട് ബാങ്ക് ആവശ്യമുള്ളവർ അവർ ചെയ്യട്ടെ.
അവൻ ചെയ്ത പണിയെടുത്തതിനേക്കാളും ലക്ഷങ്ങളും കോടികളും ഒക്കെ അവൻ ചെയ്തു എന്ന് നാട്ടുകാരെ പരമ്പര അറിയിച്ചുകൊണ്ട് അറിയിക്കുവാൻ ഉപയോഗിച്ചു കൊള്ളട്ടെ. പക്ഷേ നാളത്തെ പരലോക ജീവിതത്തിന്റെ വിജയം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത പ്രവർത്തനങ്ങളെ എടുത്തു പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ വാചകമാണ്. ഇതിനോട് ചേർന്ന് അള്ളാഹു പറയുന്നു, ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. മിനുസമുള്ള ഒരു പാറയുടെ മുകളിൽ കുറച്ച് മണൽത്തരികൾ ഉണ്ട് എങ്കിൽ ശക്തമായ മഴ പെയ്താൽ ആ മണൽത്തരികൾ അവിടെ കാണൂ? ഇല്ലല്ലോ. അതേപോലെ നമ്മുടെ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും. തലാഖത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ 3 വിഭാഗം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക, സംസാരിക്കൂല. വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംസ്കരിക്കുകയില്ല, അവരിലേക്ക് അല്ലാഹുവിന്റെ നോട്ടമെത്തുകയില്ല, അവർക്ക് ശിക്ഷയുണ്ട്. അതിൽ ഒന്നാമത് പറഞ്ഞ കാര്യം എന്താണെന്നറിയുന്നത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം അൽ മന്നാനു ബിമാ അഅത. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറയുക. ചില ആളുകളുണ്ട്, എന്തെങ്കിലും ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുത്താൽ പിന്നെ ആ സഹായം ചെയ്തു കൊടുത്തവനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നവർ. സഹായം ചെയ്തു കൊടുത്തവൻ എന്നെ കണ്ടാൽ എണീറ്റ് നിൽക്കണം, എന്നെ കണ്ട സലാം പറയണം, എന്നെ കണ്ട ബഹുമാനിക്കണം, അതല്ലെങ്കിൽ പിന്നെ അവൻ ദേഷ്യ. നമ്മുടെ പണമാണെങ്കിലും പള്ളിയുടെ സക്കാത്തിന്റെയോ മറ്റുള്ള ഫണ്ടിൽ നിന്നോ എടുത്തു കൊടുത്ത പണമാണെങ്കിലും ശരി, കൊടുക്കുന്നവൻ ആ കൊടുത്തവനെ കൊണ്ട് ബഹുമാനം പിടിച്ചു വാങ്ങുന്ന, എന്നെ നിർബന്ധമായും ബഹുമാനിക്കണമെന്ന് വിചാരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അറിയുക, നിങ്ങളുടെ നടത്തവും നിങ്ങളെടുക്കുന്ന ജോലിയും നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദുനിയാവിലും പരലോകത്തും നിങ്ങൾക്ക് നഷ്ടമാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ആ വിഷയത്തെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. മറ്റൊരു കാര്യം, നമ്മുടെ അകർമ്മങ്ങളെ നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് അസർ നമസ്കാരം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത്. ഗൗരവമുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, ഹാഫിളു അലസ്സലാത്തി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ 2 നേരത്തെ ഈ പറഞ്ഞ 2 സമയം അസറിനെയും ഫജ്റിനെയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് തഫ്സീറുകൾ നമുക്ക് കാണാൻ പറ്റും. മൻ തറക സ്വലാത്തുൽ അസ്രി ഫഖദ് ഹബിത അമലുഹു. ആരെങ്കിലും അസർ നമസ്കാരം ഒഴിവാക്കിയോ അവന്റെ കർമ്മങ്ങളെ പൊളിച്ചു കളയുമെന്ന് പഠിപ്പിക്കുന്നു. നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകും അല്ലെ? നമ്മുടെ നിസ്കാരത്തിൽ ഏത് നിസ്കാരമാണ് നമുക്ക് നേരം വൈകി പോവാ, കളായി പോവാ? സുബഹി നമ്മൾ നിസ്കരിക്കും, മഗ്രിബ് നമ്മൾ നിസ്കരിക്കും, ലോഹറും നമ്മൾ ഇങ്ങനെ ആ സമയത്തൊക്കെ നിസ്കരിച്ചെന്ന് വരും. പക്ഷെ അസർ എന്ന് പറയുന്നതിന് ചെറിയൊരു മടി കാണിച്ചാൽ ഒരു പക്ഷേ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഗൗരവമായി തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അത് എടുത്തു പറഞ്ഞത്. ഈ പറഞ്ഞതിൽ ആരെങ്കിലും അസറും അതേപോലെ ഫജ്റിന്റെയും നമസ്കാരത്തിനെ കൃത്യമായി നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ അവൻ നരകത്തിലേക്ക് അവൻ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ്. അതേപോലെ അസറിന് വേറൊരു പ്രത്യേകത ഉണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്ന മലക്കുകൾ അവർ തിരിച്ചു പോകുന്നതും അവർ വരുന്നതുമായ സന്ദർഭമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിലേക്ക് പോകുമ്പോൾ കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകൾ എന്താക്കുകയായിരുന്നു? അവർ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ തിരിച്ച് അസറിന്റെ സമയത്ത് അള്ളാഹുവിലേക്ക് കയറി പോകുന്നവർ പറയും, ഞങ്ങൾ അങ്ങോട്ട് കയറി വരുമ്പോൾ അവർ നിസ്കരിക്കായിരുന്നു. അതേപോലെ ഞങ്ങൾ രാവിലെ സുബഹിക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴും അവർ നിസ്കരിക്കുന്നവരായിരുന്നു എന്ന് പറയുന്നത് കാണാൻ സാധ്യമാകും. അതുകൊണ്ട് ആ കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കണം എന്നോർമ്മപ്പെടുത്തുന്നു. ഇതേപോലെ നമ്മളെ കർമ്മങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ കർമ്മങ്ങളെ പൂർണ്ണമായി നഷ്ടപ്പെടുത്തുന്നതും ഭാഗികമായി നഷ്ടപ്പെടുത്തുന്നതുമായ കർമ്മങ്ങളിൽ പെട്ട മറ്റൊരു കർമ്മമാണ് ജനങ്ങളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത്, ജനങ്ങളെ പ്രയാസപ്പെടുത്തുക എന്ന് പറയുന്നത്. അതൊരാളെ വടിയെടുത്തോ ആയുധം കൊണ്ട് അടിക്കേണ്ടതൊന്നുമില്ല. അത് നമ്മുടെ വാചകങ്ങൾ, നമ്മുടെ വാക്കുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മുഖം തിരിക്കൽ കൊണ്ട് ഒരാൾക്കൊരു പ്രയാസം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മൾ അറിയാതെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നുണ്ട് എങ്കിൽ,
നാളെ പരലോകത്ത് അത് നമുക്കെതിരായി വരുമെന്നുള്ളതാണ്. പ്രവാചകന്റെ ഒരു വാചകം നമ്മളൊക്കെ കേട്ടതാണ്, വിശദീകരിക്കേണ്ടതില്ല. അതദ്റൂനൽ മുഫ്ലിസ് മനിൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ് എന്ന് നിനക്കറിയുമോ? പിന്നെ പാപ്പരായവൻ ആരാണെന്ന പ്രവാചകന്റെ ചോദ്യത്തിന് ഉത്തരം സഹാബത്ത് പറഞ്ഞു, അള്ളാഹു റസൂലെ പൈസ ഇല്ലാത്തവരാണ്, അതേപോലെ ദിർഹമില്ലാത്ത ആളുകളാണെന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു അവരെല്ലാം മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറയുന്നത് അവൻ നോമ്പുണ്ട്, നിക്കാറുണ്ട്, അവൻ വലിയ പ്രവർത്തകനായിരുന്നു, പള്ളിക്ക് മൊത്തത്തിൽ തന്നെ അവനാ കൊണ്ടിടുന്നത്. പക്ഷേ മറ്റുള്ള ചില ആളുകൾ അവൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അതേപോലെ മറ്റുള്ള ആളുകൾ അവൻ മോശമായി വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ സമ്പത്തിനെ അവൻ തിന്നിട്ടുണ്ട്, മറ്റുള്ളവരെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ദുസ്വഭാവങ്ങൾ അവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു ചെയ്യും? സുബ്ഹാനഹു വ തആല ഫൈൻ ഫനീത ഹസനാതുഹാ ഖബ്ലൻ യുഖതസമ അലൈഹിം മിനൽ ഖതായ ഉഖിദ മിൻ ഖതായാഹും ഫതുരിഹ അലൈഹി സുമ്മ തുരിഹ ഫിന്നാർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയാണ്, അങ്ങനെ നമ്മൾ ചീത്ത പറഞ്ഞവർക്കും നമ്മൾ കളിയാക്കിയവർക്കും നമ്മൾ മോശമായ പെരുമാറിയവർക്കും ഒക്കെ നമ്മളെ നന്മകൾ എടുത്തു കൊടുക്കുമെന്നാണ്. ആ നന്മകൾ കഴിഞ്ഞാൽ പിന്നെ അവരുടെ തിന്മകളായിരിക്കും നമ്മൾക്ക് തരിക. അവസാനം എന്താകും? നമ്മൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അതുകൊണ്ട് ഗൗരവമുള്ള കാര്യമാണ്. എല്ലാവരും, ഞാനടക്കമുള്ള നമ്മളെല്ലാവരും നമ്മളെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ചിലപ്പോ ചില കിബറും ഞാൻ വലിയ സ്ഥാനത്തായിരിക്കണം എന്നുള്ള തോന്നലുകളും ഒക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് അറിയുക, നമ്മുടെ ദീനീ പ്രവർത്തനവും നമ്മുടെ ദഅവാ പ്രവർത്തനവും നമ്മുടെ മറ്റുള്ള ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ അതിനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല, അത് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക. അള്ളാഹു അവനെ സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരിമാർ എല്ലാവരുടെയും ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി മരണപ്പെട്ടവരും നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. ആ സഹോദരിയുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും എല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ മുമ്പും ഞാൻ നിങ്ങളോട് പറഞ്ഞ വിഷയമാണ്. ഗസയിൽ ഇന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സകല തീരുമാനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഗസയിലെ മക്കൾക്ക് നേരെ നിഷ്ഠൂരം അക്രമം വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അള്ളാഹുവെ, ഗസയിലുള്ളവർക്ക് നീ ആശ്വാസം കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, നീ അവർക്ക് വാഗ്ദാനം ചെയ്ത വിജയത്തെ നീ അതിവിദൂരതയിലല്ലാതെ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അവർക്ക് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ അഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين الأحياء منهم والأموات. اللهم انصر من نصر الدين وانصر عبادك الموحدين. اللهم اصلح أحوالنا وأحوال المسلمين في كل مكان يا حي يا قيوم برحمتك نستغيث يا رب العالمين. اللهم اصلح حال إخواننا في فلسطين. اللهم اصلح حال إخواننا في فلسطين. اللهم آمن روعاتهم واحقن دماءهم واشف مرضاهم وتقبل شهداءهم يا رب العالمين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم كن لهم معينا ونصيرا ومؤيدا وظهيرا. اللهم طهر المسجد الأقصى من اليهود المحتلين بالعاصبين. اللهم احفظ المسجد الأقصى واجعله سامنا عزيزا إلى يوم القيامة بفضلك يا رب العالمين. اللهم دمر أعداءك أعداء الدين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.